കൊടുത്തിട്ട് അന്ന് അതല്ല, ഫറോവ പരസ്യമായി പട്ടാളത്തിനെ വിട്ടിട്ട് പിടിച്ചുകൊണ്ടുവരുന്നു മനുഷ്യന്മാരെ. മേശപ്പുറത്ത് കിടത്തിയിട്ട് കയ്യും കാലും ചെത്തുകയാണ്. മാർക്കറ്റിൽ മത്സ്യം മുറിക്കുന്നത് പോലെ മോമിനീങ്ങളെ കയ്യും കാലും ചെത്തുന്നു. സ്വന്തം ഭാര്യ ആസിയ റളിയല്ലാഹു തആല അൻഹയെ ഒന്ന് പടക്കാൻ പോലും അനങ്ങാൻ പോലും അനുവദിക്കാതെ കയ്യും കാലും പിടിച്ചു കെട്ടി ഇഞ്ചിഞ്ചായി കൊല ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കണം, എന്തിന്? ആൾ ദൈവം ചമഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളെ നേരെ നിർത്തിയ ക്രൂരത, അക്രമം. അവസാനം ഈ ഫറോവക്ക് എന്ത് സംഭവിച്ചു? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെയും നാടുവിടാൻ അനുവദിക്കില്ലെന്ന് ചിന്തിച്ച് ഫറോവ പട്ടാളക്കാരെ വിട്ടു. ഫറോവയും കൂടെ പോയി. അവസാനം അല്ലാഹു തആല പിടിച്ചു. നൈൽ നദിയിലതാ മുങ്ങിച്ചാവുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബിയെ ആക്രമിക്കാൻ വേണ്ടി മറുകരയിലേക്ക് നീങ്ങിയതായിരുന്നു ഫറോവയും അനുയായികളും. പക്ഷെ അല്ലാഹു ഇങ്ങ് പിടിച്ചോ. ആ നൈൽ നദിയിൽ ഫറോവയും അനുയായികളും ഒരുപോലെ മുങ്ങിച്ചാവുകയാണ്. ഫറോവ വെള്ളത്തിൽ മുങ്ങി ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നു. ഒരിക്കൽ മുങ്ങുന്നു, അടുത്ത സമയത്ത് പൊന്തുന്നു. മരിച്ചു പോകുമെന്ന് ഉറപ്പായപ്പോൾ അസ്രായീലിന്റെ കണ്ണിന്റെ മുമ്പിൽ ഫറോവ കണ്ടപ്പോൾ ആ ഫറോവ മൂസാ നബി അലൈഹി ഇസ്ലാമിന് പറഞ്ഞു, മൂസാ നബിയേ, آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. ഈ വെള്ളത്തിന്ന് ശ്വാസം കിട്ടുന്നില്ല. അസ്രായീലിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുകയാണ്. ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടെല്ലാം ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ഇത്രയും കിങ്കരനായ അക്രമിയായ ഫറോവ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പറയുന്നു, നിങ്ങൾ നേരത്തെ പഠിപ്പിച്ച ബനീ ഇസ്രായേൽക്കാർ ഒന്നടങ്കം വിശ്വസിച്ച അല്ലാഹു ഇല്ലേ? ആ അല്ലാഹുവിനെ കൊണ്ട് ഇതാ ഫറോവ വിശ്വസിക്കുന്നു. ഏത് പോക്കിലും കീഴടങ്ങും. നിസ്കരിക്കാത്തവൻ കീഴടങ്ങും. കള്ളു കുടിക്കുന്നവൻ കീഴടങ്ങും. തോന്നിവാസി കാണിക്കുന്നവൻ കീഴടങ്ങും. പക്ഷേ അന്ന് കീഴടങ്ങിയിട്ട് പ്രയോജനമില്ല. കാരണം ഫറോവ ആയുധം വെച്ച് കീഴടങ്ങി. മൂസാ നബി അലൈഹി സ്വലാം എത്ര ഉപദേശിച്ചിട്ടും അതൊന്നും സ്വീകരിക്കാതെ അഹങ്കാരവുമായി മുന്നോട്ട് പോയ ഫറോവ ഇസ്രായേൽ ഇസ്ലാമിനെ മുന്നിൽ കണ്ടപ്പോൾ എല്ലാം അസ്തമിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ പഠിപ്പിച്ച, നിങ്ങൾ അനുയായികൾ ബനീ ഇസ്രായേൽക്കാർ വിശ്വസിച്ച അല്ലാഹുവിനെ കൊണ്ട് ഞാനിതാ വിശ്വസിക്കുന്നു. അല്ലാഹു ചോദിച്ചു, അൽആൻ വഖദ് അസൈത ഖബ്ലു വകുന്ത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ നിനക്ക് നേരം പുലർന്നത്? ഇപ്പോഴാണോ ബോധോദയമുണ്ടായത്? അൽ-ആലി സമയത്താണോ നിനക്ക് നേരം പുലർന്നത്? വഖദ് അസൈത ഖബ്ലു, എന്തൊക്കെ തോന്നിവാസങ്ങൾ നീ കാണിച്ച, എന്തെല്ലാം തെറ്റുകൾ നീ പ്രവർത്തിച്ചോ. ഇപ്പം നേരം പുലർന്നിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു പോയി. ഫറോവനെ അല്ലാഹു അംഗീകരിച്ചില്ല. ആയുധം വെച്ച് കീഴടങ്ങാൻ മരണസമയത്ത് തയ്യാറായതുകൊണ്ട് പ്രയോജനമില്ല. എന്റെ ചെറുപ്പക്കാരെ, എത്ര വയത് കേട്ടാലും ബോധമില്ലാത്ത ആളുകളുണ്ടാകും. എത്ര ഉപദേശം ആരൊക്കെ ചെയ്താലും സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരുണ്ടാകും. നമ്മളെ കാര്യം ചിന്തിക്കേണ്ടതാണ്. ഫറോവനോട് അല്ലാഹു ചോദിച്ചു, ഇപ്പോഴാണോ നേരം പുലർന്നത്? വഖദ് അസൈത ഖബ്ലു വകുന്ത മിനൽ മുഫ്സിദീൻ. എന്തൊക്കെ തോന്നിവാസം നീ ഇവിടെ കാണിച്ചടോ, എന്തെല്ലാം വൃത്തികേട് നിങ്ങൾ ചെയ്ത്, എന്തെല്ലാം മനുഷ്യന്മാരെ നിങ്ങൾ ആക്രമിച്ച്, സ്വന്തം ഭാര്യനെ പോലും ക്രൂരമായി കൊന്നില്ലേ? അതുകൊണ്ട് നിന്നെ സ്വീകരിക്കുന്ന വ്രതമില്ല. ഇക്കാര്യം ചിന്തിക്കണം. വലിയ ക്രൂരൻ മരണപ്പെടുമ്പോൾ മടങ്ങി
നാം ഇക്കാര്യം ചിന്തിക്കണം. ഏത് മനുഷ്യന്റെ നേരെയും മരണം വരുമ്പോൾ ചിന്തിക്കും. പക്ഷേ ഇപ്പോഴാണോ നീ ചിന്തിക്കാൻ തയ്യാറാകുന്നത്? ഇപ്പോഴാണോ നേരം പുലർന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, രക്ഷയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അർഹമുർ റഹീമായ റബ്ബ് വിടുകയില്ല. അതുകൊണ്ട് നേരത്തെ നമ്മൾ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് ഇബാദത്ത് മുഴുവനും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ രക്ഷ നൽകണം അല്ലാഹ്. ആ പ്രാർത്ഥനയല്ലാതെ നമുക്ക് വേറെ യാതൊരു രക്ഷയുമില്ല. അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അർഹമുർ റഹീമായ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും, യാതൊരു സംശയവുമില്ല. എത്ര പേരെ രക്ഷപ്പെടുത്തി? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഫറോവന്റെ നാട്ടിൽ ഫറോവ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ജനിച്ചൊരു കുഞ്ഞനാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിച്ചതോ? ഫറോവ പ്രഖ്യാപിച്ചു, ഫറോവ നാട്ടിൽ പ്രഖ്യാപിച്ചു, ബനീ ഇസ്രായേലിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും അറുത്ത് കളയാൽ, ബനീ ഇസ്രായേലിലെ പെണ്ണുങ്ങൾക്ക് ഗർഭം ധരിച്ചാൽ പട്ടാളക്കാര് വീക്ഷിക്കുകയാണ്. പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞനാണോ പെണ്ണോ, ആൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയാൽ പട്ടാളം കൊന്നുകളിയും, യാതൊരു രക്ഷയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വലിയ ക്രൂരത കാണിച്ച ഫറോവയാണ്. ഈ യോക്കാബദ് എന്നൊരു പെണ്ണിന് ഗർഭിണിയായി. ഈ യോക്കാബദ് എന്ന പേരുള്ള ഒരു സഹോദരി ഗർഭം ധരിച്ചു. ആ പെണ്ണതാ പടച്ചതമ്പുരാണ് ദുആ ചെയ്യുന്ന, റബ്ബേ ചരിത്രത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞുപോയ എത്രയോ ആളുകളെ നീ രക്ഷപ്പെടുത്തിയത്. തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിനെ വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിനെ നീ രക്ഷപ്പെടുത്തി, രോമം പോലും കരയാതെ. അതുകൊണ്ട് റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. എന്റെ മകനെ ഫറോവന്റെ പട്ടാളക്കാർ അറുത്തുകൂടാ. അതുകൊണ്ട് എന്റെ മകനക്ക് നീ സംരക്ഷണം നൽകണം അല്ലാഹ്. നമ്മൾ ഖുനൂത്തിൽ ദുആ ചെയ്യുന്നത് പോലെ ആ യൂക്കാബദ് എന്ന പെണ്ണ് ദുആ ചെയ്തു, എന്റെ സഹോദരിമാർ ചിന്തിക്കണം, ആരുമില്ലാത്ത യൂക്കാബദ്, ഒരു രക്ഷക്കും വഴിയില്ലാത്ത യൂക്കാബദ് അർഹമുർ റഹീമായ റബ്ബിന്റെ വാതില് മുട്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു, വതവല്ലനാ ഫീമൻ തവല്ലൈത്, നീ രക്ഷ നൽകണം അല്ലാഹ്. എന്ത് സംഭവിച്ചോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ആ യൂക്കാബദ് എന്ന പെണ്ണ് പ്രസവിച്ചു. നോക്കുമ്പോൾ സുന്ദരനായ ഒരു ആൺകുട്ടി. പട്ടാളക്കാരെ അടുത്ത നിമിഷത്തിൽ കയറി വന്ന് കൊല്ലും, അതാണ് അവിടുത്തെ പതിവ്. പക്ഷേ അല്ലാഹുവിനോട് സംരക്ഷണം ആവശ്യപ്പെട്ട യൂക്കാബദ് പ്രസവിച്ചപ്പോൾ ആ സംരക്ഷണം അതാ പരിപൂർണമായി അല്ലാഹു നൽകി. ആ പെണ്ണിനെ വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു, അരിക്കിത് ഫീഹി ബിത്താബൂ ഫഖ്രി ഫീഹി ബിൽ അമ്മാം. ഓ പെണ്ണേ, എന്നോട് കാവൽ ചോദിച്ച, എന്നോട് സംരക്ഷണം ചോദിച്ച സഹോദരി, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കുഞ്ഞിന് സംരക്ഷണം നൽകിയിട്ടുണ്ട്. എന്റെ നിർദ്ദേശം നീ സ്വീകരിച്ചാൽ മതി. ഒരു പെട്ടി വാങ്ങി. നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് സാധാരണ പെട്ടി വാങ്ങൽ മയ്യത്ത് മറവ് ചെയ്യുമ്പോയാ ക്രിസ്ത്യാനികളൊക്കെ ശവപ്പെട്ടി വാങ്ങും, അത് മറവ് ചെയ്യാനാ. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മനോട് യൂക്കാബദിനോട് അല്ലാഹു തആല പറഞ്ഞു, പെട്ടി വാങ്ങണം, മറവ് ചെയ്യാനല്ല. എന്റെ കുഞ്ഞനെ പെട്ടിയിൽ അടക്കം ചെയ്തു. ആ പെട്ടി സമുദ്രത്തിലേക്ക് അങ്ങിട്ടേക്ക്, നിന്റെ ബാധ്യത കഴിഞ്ഞു, ബാക്കി ഞാൻ ഏറ്റ്. ഒരു കേടും വരാതെ നിന്റെ കുഞ്ഞനെ നിന്റെ കയ്യിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഏൽപ്പിച്ചു തരാം. നോക്ക് നിങ്ങൾ, ചരിത്രം അതല്ലേ ഖുർആൻ പറഞ്ഞത്. യൂക്കാബദിന് അല്ലാഹു നൽകിയ സംരക്ഷണമാണ് സോമസ്കാരത്തിലെ ഗുരുത്തിൽ ഞാൻ നിങ്ങൾ ചൊല്ലുന്ന ദുആയാണത്. യൂക്കാബദ് അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ചു കുഞ്ഞിനെ പെട്ടിയുടെ ഉള്ളിൽ അടക്കം ചെയ്ത സമുദ്രത്തിൽ എറിഞ്ഞപ്പോൾ ആ സമുദ്രത്തിലെ തിരമാലകൾ ഒന്നിന്റെ പുറകെ ഒന്ന് ആ പെട്ടി അതാ കടപ്പുറത്തേക്ക് തള്ളുന്നു.
ആല ഫിർഔൻ തേടിയ വെള്ളി സത്യത്തിൽ കാലിൽ ചൊറിയുകയാണ്. ഫറോവന്റെ കാലിൽ പെട്ടിക്ക് തട്ടുന്നു. ഈ കുഞ്ഞനടക്കം ചെയ്യപ്പെട്ട പെട്ടി ഫറോവയിൽ നിന്ന് രക്ഷപ്പെടാനാണ് സത്യത്തിൽ ചെയ്തതെങ്കിലും ഫറോവന്റെ മുമ്പിലാണ് ഈ പെട്ടി. ഫറോവ നടന്നു പോകുമ്പോൾ കണ്ട കാലിൽ തട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ സുന്ദരനായ ഒരു കുഞ്ഞൽ. എന്ത് സംഭവിച്ചോ? ആ കുഞ്ഞനടാ ഫറോവന്റെ മനസ്സ് അല്ലാഹു തിരിച്ചു. കൊട്ടാരത്തിൽ കുഞ്ഞനെ കൊണ്ടുപോയി വളർത്താൻ തീരുമാനിക്കുകയാണ്. പക്ഷേ കുഞ്ഞനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തുന്നു. ഏത് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള കഥയാണ്. ആ കാലഘട്ടത്തില് ഉമ്മമാരെ മുലപ്പാലല്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേറെ ഭക്ഷണമില്ല. കൊട്ടാരത്തിൽ കൊണ്ടുവന്ന കുഞ്ഞന് മുലപ്പാൽ നൽകാൻ സഹോദരിമാര് പലരും തയ്യാറായിരുന്നു. ഖുർആൻ പറഞ്ഞു, ആര് മുലപ്പാൽ കൊടുത്താലും ആ കുഞ്ഞൻ സ്വീകരിക്കുന്നില്ല. പല സ്ത്രീകളും വന്ന് കൊട്ടാരത്തിൽ ലഭിച്ച കുഞ്ഞന് മുലപ്പാൽ നൽകാൻ തയ്യാർ. പക്ഷേ ആരുടെയും മുലപ്പാൽ ആ കുഞ്ഞൻ സ്വീകരിക്കുന്നില്ല. അവസാനം മറിയം എന്നൊരു പെൺകുട്ടി ആ കൊട്ടാരത്തിന്റെ മുറ്റത്തുകൂടെ നടന്നു പോകുമ്പോൾ ഫറോവനെ ഓർമ്മപ്പെടുത്തി, അങ്ങ് കേക്കേപ്പുറത്തൊരു പെണ്ണുണ്ട്, ആ പെണ്ണ് ഏത് കുഞ്ഞന് മുലപ്പാൽ കൊടുത്താലും സ്വീകരിക്കും, നിങ്ങൾ ആ പെണ്ണിനെ സമീപിച്ചു നോക്ക്. സത്യത്തിൽ ഈ കുഞ്ഞന്റെ ഉമ്മയാണ്. ഫറോവക്കറിയില്ല, കൊട്ടാരത്തിൽ അറിയില്ല, ആർക്കും അറിയില്ല. ഈ മറിയം എന്ന പെൺകുട്ടിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നു. ആ പെണ്ണ് കയറി വരുമ്പോ അനുപസന്താനം ആരുടെയും മുലപ്പാല് കുടിക്കാതെ മലർന്നു കിടന്നിട്ട് കരയുകയാണ്. സ്വന്തം മാതാവാണ് കയറി വരുന്നത്. കൊട്ടാരം വിവരമറിയുന്നില്ല. ആ ഉമ്മ ഇരികത്ത് വന്നപ്പോൾ അരുമസന്താനം കരഞ്ഞുകൊണ്ട് കിടക്കുന്ന കാഴ്ചയാള്. അറിയാതെ ഉമ്മ പൊട്ടിപ്പോയി. ഇന്നറാത്തുയിലേക്ക് വജാഇലൂ മിനൽ മുർസലീൻ. ഈ പട്ടാളത്തിനെ പേടിച്ചുകൊണ്ട് ഫറോവനെ ഭയപ്പെട്ടുകൊണ്ട് എന്റെ കുഞ്ഞനെ ഞാനിതാ കടലേക്ക് എറിയുമ്പോൾ അല്ലാഹു എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ആ കുഞ്ഞനെ നിന്റെ കയ്യിൽ തിരിച്ച് അടുത്ത സമയത്ത് ഏൽപ്പിക്കുമെന്ന്. ഇത്ര പെട്ടെന്നാകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. കുഞ്ഞനതാ ഫറോവന്റെ കൊട്ടാരത്തില് സ്വന്തം മാതാവിനെ കാത്ത് കിടക്കുകയാണ്. മാതാപരികത്ത് വന്ന് അരുമസന്താനത്തിലെ പൊക്കിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചപ്പോൾ ഒരു പെണ്ണിന്റെയും മുല കുടിക്കാതെ അള്ളാഹു മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ആ കുഞ്ഞൻ ഉമ്മന്റെ മുലപ്പാല് കുടിക്കുന്നു. ഉമ്മയാണെന്ന് കൊട്ടാരത്തിൽ അറിയലുമില്ല. ഫറോവക്കോ മറ്റുള്ള ആളുകൾക്കോ അറിയുകയില്ല. ഏതോ ഒരു പെണ്ണ് എന്ന രീതിയിൽ ആ സഹോദരന്റെ കയ്യിൽ കുഞ്ഞനെ പോറ്റാനേൽപ്പിക്കുന്നു. പടച്ചതമ്പുരാന്റെ കാവലിന്റെ രൂപമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആ ഉമ്മ അന്ന് പറഞ്ഞതാണ്, ഒലിൽ മുഹൈമിനി ഫീ ഹലാത്തിനാ നളറോ വഫൗക തദ്ബീരിനാ ലില്ലാഹി തഖ്ദീറോ. നമ്മൾ പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അർഹമുർ റഹീമായ റബ്ബ്. നമുക്ക് ഒരു നിയന്ത്രണവുമില്ല, എല്ലാ നിയന്ത്രണവും അവന്റെ കയ്യിലാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ആ പ്രാർത്ഥന അന്ന് യോക്കാബ് നടത്തിയപ്പോൾ തന്റെ കുഞ്ഞൻ രക്ഷപ്പെട്ടു. ഇന്നും സുബഹി നിസ്കരിക്കണം സഹോദരിമാരെ, സുബഹി നിസ്കരിക്കണം ചെറുപ്പക്കാരെ. നമ്മൾ ദുആ ചെയ്യണം. തവല്ലനാ പലരെയും സംരക്ഷണം നൽകിയ അല്ലാഹ് എനിക്കും സംരക്ഷണം നൽകണേ. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ഈ ദുആ നടത്താനാണ് നിസ്കാരമെന്ന പ്രധാനപ്പെട്ട ആരാധന അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. നമ്മുടെ ആരാധനയിലൂടെ അല്ലാഹു തആല നേട്ടമുണ്ടാക്കാനല്ല, നമുക്ക് നേട്ടമുണ്ടാകാനാണ്. ഈ ബോധം നമുക്ക് വേണം. അത്തഹിയ്യാത്തില്ലാത്ത ഒരൊറ്റ നിസ്കാരവുമില്ല. 5 നേരത്തെ നിസ്കാരമാവട്ടെ, സുന്നത്ത് നിസ്കാരമാവട്ടെ, അത്തഹിയ്യാത്ത് ഓതണം. ആ അത്തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കണം, അസ്സലാമു അലൈനാ, ഞങ്ങൾക്ക് രക്ഷ നൽകണം, നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം. പക്ഷേ അവിടെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കാം. നമ്മുടെ സലാമത്തിന് വേണ്ടി നമ്മുടെ റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോൾ
ആരംഭ റസൂലുള്ളാഹിയെ മുന്നിൽ വെച്ച ആരംഭ റസൂലുള്ളാഹിക്ക് സലാമത്തിന് വേണ്ടി ചോദിച്ചിട്ട് വേണം നമ്മുടെ സലാമത്ത് ചോദിക്കാൻ. അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്യോ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. മോക്രിങ്ങൾ അത്തഹിയാത്ത് നമുക്ക് നൽകുന്ന പാഠമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം കൂടി ഞാൻ ഓർക്കേണ്ടതുണ്ട്. ആരംഭ റസൂലുള്ളാഹിയെ മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ കാര്യം അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. അതാണ് അത്തഹിയാത്ത് നൽകുന്ന പാഠം. മോക്രിങ്ങൾ എല്ലാവർക്കും മനഃപ്പാഠമുള്ള അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്യോ വറഹ്മത്തുള്ളാഹ്. ഓ നബിയേ, പടച്ച തമ്പുരാന്റെ മുമ്പിൽ കയറി ചെന്ന അവന്റെ വീട്ടിൽ ചെന്ന് അല്ലാഹു തആലക്ക് നിസ്കാരം നിർവഹിക്കുകയാണ്. ആരാധന അല്ലാഹു തആലക്ക് മാത്രമുള്ളതാണ്. വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്. അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് ആരാധിക്കാൻ പാടില്ല. നമ്മൾ നിസ്കരിക്കുന്നത് അല്ലാഹു തആലക്ക് തന്നെ. പക്ഷേ ആ നിസ്കാരത്തിൽ നമ്മൾ ആരംഭ റസൂലുള്ളാഹിനെ നടക്ക് കയറി വിളിക്കണം. ആരാധന അല്ലാഹു തആല, ഞാൻ ആ ഭാഗവും വിശദീകരിക്കല്ല. പക്ഷേ ഈ ആരാധന ചെയ്യുമ്പോഴും ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം നിർവഹിക്കുമ്പോഴും ആരംഭ റസൂലുള്ളാഹിനെ ഒന്ന് തട്ടി വിളിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ, നബിയേ നിങ്ങൾക്ക് അല്ലാഹു സലാമത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മുടെ സലാമത്തിന് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാൻ. അപ്പോഴാണ് നമ്മുടെ സലാമത്ത് ലഭിക്കുക. അപ്പൊ ആരംഭ റസൂലുള്ളാഹിന്റെ ഒരു വസീല, ആരംഭ റസൂലുള്ളാഹിന്റെ ഒരു ബർക്കത്ത് നമുക്ക് വേണം. അതില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. നിങ്ങൾ കണ്ടോ, ലോകത്തിന്റെ നേതാവ് അബൂബക്കർ സിദ്ദീഖ്, മുസ്ലിം ഉമ്മത്തുൽ സിദ്ദീഖുൽ അക്ബറിന്റെ പവറുള്ള വേറൊരു കുട്ടിയില്ല. അത്ര വലിയൊരു മൂമിൻ വേറെയില്ല. ആരംഭ റസൂലുള്ളാഹി പഠിപ്പിച്ചോ, സിദ്ദീഖുൽ അക്ബറിന്റെ പവർ കാണണോ നിങ്ങൾക്ക്? ആ സിദ്ദീഖിന്റെ ഈമാൻ നിങ്ങൾ തുലാസിന്റെ തട്ടിൽ വെക്കാം. ലോകത്തുള്ള നിങ്ങളുടെ മറ്റു മുഴുവനാളുടെയും ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖിന്റെ ഈമാന് കനം കൂടുതലാ. അത്ര മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. ആയിരക്കണക്കിന് സ്വഹാബിമാരുണ്ടെങ്കിലും ഒന്നാം സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക്. ആ സ്ഥാനമുള്ള ഒരു വലിയും ലോകത്തില്ല, ഒരു ഖുതുബുൽ അഖ്താബുമില്ല. ഇന്ന് കേൾക്കുന്ന ഖുതുബുൽ അഖ്താബുകളേക്കാൾ എത്രയോ ഡിഗ്രി കൂടുതലുള്ള മഹാനാണ് സിദ്ദീഖുൽ അക്ബർ. സുമ്മർ റിളാ അൽ നബി വകരി വഅൽ നമരി വഅൽ അലി വഅൽ ഉസ്ബാന ദിൽ കറബി. സ്വഹാബിമാരിൽ ഏറ്റവും പ്രധാനികളാണ് അസത്തുൽ മുബശ്ശറ എന്ന് പറയുന്ന 10 പേര്. ആ 10ൽ ഏറ്റവും പ്രധാനികൾ